ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിലയേറിയ നല്ല പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രഭാത മന്നയിലൂടെ ഒരിക്കൽ കൂടെ തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന മുഴുവൻ പേരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 92-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 92-5. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. പ്രിയരെ, ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം വായിക്കാം. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന വാക്യത്തിന്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഈ വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തികൾ വലിയവയാകുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തു തരുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുൻപിൽ, പ്രശ്നങ്ങളുടെ മുൻപിൽ ആകുലതയോടും ഭാരത്തോടും ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ അവരോട് ഞാൻ പറയാം, വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഈ രാവിലെ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇറക്കി വച്ചാൽ ലോകത്തിൽ ആർക്കും ചെയ്യുവാൻ കഴിയാത്ത വലിയ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യുവാൻ നമ്മുടെ കർത്താവ് മതിയായവനത്രേ. നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി ഈ തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. നമുക്കറിയാം, കുരുടന് വേണ്ടി, കുഷ്ഠരോഗിക്ക് വേണ്ടി, ചെകിടന് വേണ്ടി വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാനിടയായി തീർന്നു. ലോകം മുഴുവനും കൈവിട്ട പലരെയും യേശു ചേർത്ത് പിടിക്കുവാനിടയായി തീർന്നു. ദൈവവചനം വായിക്കുമ്പോൾ രക്തസ്രാവം പിടിച്ച് തനിക്കുള്ളതൊക്കെയും വൈദ്യന്മാർക്ക് കൊടുത്ത് പരവശയായ ഒരു സ്ത്രീയെ കാണാം. വേദപുസ്തകം പറയുന്നു, അവൾക്ക് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ട് ദൈവപാദപീഠത്തോടടുത്ത് വരുന്ന സകലരോടും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ പറയാം, ഈ രാവിലെ നമ്മുടെ വിഷയങ്ങൾക്കകത്ത് വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആമേൻ. കനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് ആ വീട്ടുകാർക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ യേശു ചെയ്യുവാനിടയായി തീർന്നു. മുങ്ങി തുടങ്ങുന്ന പടകിനകത്തേക്ക് കയറി കാറ്റിനെയും കടലിനെയും തിരമാലകളെയും ഒതുക്കി എത്തേണ്ട ഇടത്ത് തൻ്റെ പ്രിയ ശിഷ്യന്മാരെ എത്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തു. പ്രിയരെ, ഇന്ന് രാവിലെ പ്രശ്നങ്ങളുടെ മുൻപിൽ, വിഷയങ്ങളുടെ മുൻപിൽ, ആകുലതകളുടെ മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്ന ഹൃദയത്തോടെയാണോ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നത്? നിങ്ങളാരോ ആയിക്കൊള്ളട്ടെ, സൃഷ്ടികർത്താവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവിൻ്റെ പാദപീഠത്തോടടുത്ത് വന്നാൽ ഈ വാക്യം നമ്മോട് പറയുകയാണ്, ആമേൻ, ദൈവം വലിയവ ചെയ്യുന്നവനാകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വലിയവയാകുന്നു. ആമേൻ. എത്ര വലിയ വിഷയത്തിനകത്തും ഇടപെട്ട് പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ലാസറിന്റെ വീട്ടിലേക്ക് യേശു വരുമ്പോൾ മരിച്ച ആ ഡെഡ് ബോഡി നാറ്റം വച്ച് തുടങ്ങിയിരുന്നു. എന്നാൽ ആ കുടുംബത്തിന് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന സകലരോട് ഞാൻ പറയാം,
വലിയ കാര്യങ്ങളെ ചെയ്യുന്ന മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നത്. തിരുവചനത്തിനകത്തുള്ള ഓരോ ചാപ്റ്ററുകളും നമ്മൾ വായിച്ചാൽ അതിനകത്തൊക്കെ മറഞ്ഞു കിടക്കുന്ന ആത്മിക രഹസ്യങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് നമ്മുടെ ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. ആമേൻ. അടുത്ത പദം എഴുതിയിരിക്കുന്നത് നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ച്, പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് വലിയ വിചാരങ്ങളും ചിന്തകളും ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഭവനത്തെക്കുറിച്ച്, നമ്മുടെ നാളുകളെക്കുറിച്ച് നമുക്ക് വിചാരങ്ങൾ ഉണ്ടെങ്കിലും ആ വിചാരങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ നമ്മുടെ മുൻപിൽ ഇല്ലാതായി പോകും. ആമേൻ. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് വലുത് വിചാരിക്കുന്നു എങ്കിൽ ഏത് പൊട്ടക്കിണറ്റിലൂടെ വേണമെങ്കിലും, എത്ര വലിയ കാരാഗ്രഹത്തിലൂടെ വേണമെങ്കിലും സിംഹാസനത്തിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം തിരിച്ചറിയണം. ഞാൻ പറഞ്ഞത്, ദൈവത്തിന് വലിയ വിചാരങ്ങൾ നമ്മളെക്കുറിച്ചുണ്ടെങ്കിൽ, നമ്മളെ കുടുംബത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ഉണ്ടെങ്കിൽ ആ വിചാരങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നതിനുള്ള മുഖാന്തരങ്ങൾ അഥവാ വഴികൾ ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. നാലുപാടും നോക്കിയാൽ സഹായിക്കാൻ ആരും കാണത്തില്ല, കൂടെ നിൽക്കാൻ ഒരു മനുഷ്യനും കാണത്തില്ല. ഇന്നലകളിൽ ഉണ്ടായിരുന്നവർ പോലും ഒരുപക്ഷെ കൈവിട്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും. സാരമില്ല, ഈ വാക്യം നമ്മളോട് പറയുകയാണ്, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ദൈവത്തിന് നമ്മെക്കുറിച്ച് ആഴത്തിലുള്ള അഗാധമായ വലിയ ബുദ്ധി കൊണ്ടളക്കുവാൻ കഴിയാത്ത വിചാരങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ദൈവം നമ്മളെക്കുറിച്ച് വിചാരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ വിചാരത്തിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കേണ്ടതിന് എത്ര വലിയ വഴി വേണമെങ്കിലും തുറക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിശ്ചയമായിട്ടും നാം തിരിച്ചറിയണം. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ ശക്തി ചിലരിലേക്ക് പാഞ്ഞിറങ്ങുന്ന പകലായി തീരട്ടെ. വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടണം. മാത്രമല്ല, ദൈവിക വിചാരങ്ങളുടെ പൂർത്തീകരണം ചില കുടുംബങ്ങൾക്കകത്തും വ്യക്തി ജീവിതങ്ങൾക്കകത്തും വെളിപ്പെടേണ്ടതിന് ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ ജനം മിസ്രയീമിൽ കിടക്കുമ്പോൾ തന്നെ അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരമാണ് മോശയോട് ദൈവം അറിയിച്ചത്. പാലും തേനും ഇടുകുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുചെന്നാക്കുമെന്ന്. മാത്രമല്ല, ആമേൻ, അവർ നട്ടുണ്ടാക്കാത്ത തോട്ടങ്ങളിൽ നിന്ന് പറിക്കുകയും വയ്ക്കാത്ത വീടുകളിൽ പാർക്കുകയും അവർ ഉണ്ടാക്കാത്ത കുഴിക്കാത്ത കിണറുകളിൽ നിന്ന് കോരുകയും ചെയ്യുമെന്ന് അവരോട് ആലോചന പറയുവാനിടയായി തീർന്നു. ഞാൻ പറയാം, ആ ആലോചനകൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളായിരുന്നെങ്കിൽ ചെങ്കടലെതിരായി വന്നു, ശൂർ മരുഭൂമി ഭയാനകമായി നിന്നു, മാറയിലെ വെള്ളം കയ്പായിരുന്നു, വലിയ രാജാക്കന്മാർ യുദ്ധത്തിന് വന്നു, അപ്പുറം കടക്കുവാൻ കഴിയാതെ വണ്ണം മരണയോർദാൻ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ പ്രിയരെ, ദൈവത്തിന്റെ വിചാരമായ വാഗ്ദത്തങ്ങളിലേക്ക് അവരെ കൊണ്ടു ചെല്ലേണ്ടതിന് വലിയ വഴികൾ അവരുടെ മുൻപിൽ തുറക്കപ്പെടുവാനിടയായി തീർന്നു. വലിയ വിചാരങ്ങൾ അല്ലെങ്കിൽ അഗാധമായ വിചാരങ്ങൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം, അതിനുള്ള വഴി ദൈവം കണ്ടിട്ടുണ്ട്. ഉയർച്ചയുടെ, നന്മയുടെ, അനുഗ്രഹത്തിന്റെ, ദൈവപ്രവൃത്തിയുടെ വലിയ വഴികളെ ദൈവം നമുക്ക് തുറന്നു തരുന്ന കൃപയുടെ പകലായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. ബലം അധികാരമുള്ള കരങ്ങളിൽ വഹിക്കും, ദൈവിക നന്മകളെ കൊടുക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
വൻ കാര്യങ്ങളെ ചെയ്യണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം അത്ഭുതങ്ങളുടെ പകലായി തീരട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.